عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على النبي الأمين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. ما بعد. قال الله عز وجل في محكمه التنزيل: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق خلق الإنسان من علق. വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ ഉസ്താദന്മാർ, ശ്രോതാക്കളായിട്ടുള്ള മഹൽ വ്യക്തിത്വങ്ങളായ മുതാലിം സുഹൃത്തുക്കൾ, ബാക്കിയുള്ള ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ ഖബൂൽ ചെയ്യുകയും നാളെ ആഖിറത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ടായി അല്ലാഹു തീരുമാനിക്കുകയും ചെയ്യുമാറാകട്ടെ. ബഹുമാന്യനായ മുത്തവല്ലി മർഹൂം ഇബ്രാഹിം ഹാജി അവറുകളുടെ ഖബറിടം അല്ലാഹു വിശാലപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും ഉത്ഭവിക്കുന്ന എല്ലാ നന്മകളുടെയും മിസ്ല് സവാബ് അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് അല്ലാഹു നിരന്തരം വർഷിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഉദ്ഘാടന കർമ്മം ചെയ്യുവാൻ നിർബന്ധിതനായ ഒരു അയോഗ്യനായ വ്യക്തിത്വം എന്ന നിലയിൽ എന്തായാലും ബഹുമാന്യരായ ഉസ്താദുമാരുടെ കൽപ്പന പ്രകാരം അല്ലെങ്കിൽ അവരുടെ ഉപദേശപ്രകാരം ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ മജ്ലിസിനെ നമുക്ക് ഉദ്ഘാടനം ചെയ്യേണ്ടതുണ്ട്. പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ നിരന്തരമായി മനുഷ്യരാശിയെ ഒന്നടങ്കം വിളിച്ചുകൊണ്ട് അഫലാ യതദക്കറൂൻ, അഫലാ തഫക്കറൂൻ, അഫലാ യൻദുറൂൻ, അഫലാ യതദബ്ബറൂൻ എന്നിങ്ങനെ ധാരാളം പ്രയോഗങ്ങൾ നടത്തിയതായി കാണാൻ സാധിക്കും. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ലേ? നിങ്ങളെന്താ അത് അറിയാൻ ശ്രമിക്കാത്തത്? നിങ്ങൾക്ക് തിരിച്ചറിവില്ലേ? നിങ്ങളെന്താ നോക്കാത്തത്? എന്നിങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ പല പദപ്രയോഗങ്ങൾ നടത്തിയതായി കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ മനുഷ്യൻ അവൻ്റെ യഥാർത്ഥ വ്യക്തിത്വ വികസനത്തിന് അവൻ്റെ പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടി തീർച്ചയായും ഖുർആന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവൻ്റെ ചിന്തകളെ, അവൻ്റെ പഠനങ്ങളെ, നിരീക്ഷണ ഗവേഷണങ്ങളെ ത്വരിതപ്പെടുത്തിയെടുക്കൽ അവൻ്റെ മേൽ ബാധ്യതയാണ്. പരിശുദ്ധമായ ഇഖ്റഇന്റെ നാദം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആഞ്ഞടിക്കുന്നതും അത് തന്നെയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ചവനായ നാഥന്റെ നാമത്തിൽ നീ വായിക്കുക. പരിശുദ്ധമായ ഖുർആന്റെ ആദ്യ വചനം കൂടുതൽ നീട്ടിപ്പരത്തി വിശദീകരിച്ച് നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിൻ്റെ ആശയ വശങ്ങളിലേക്ക് നമ്മൾ കടന്നവരാണ്, മനസ്സിലാക്കിയവരാണ്. വായിക്കാനാണ് ആദ്യമേ പറയുന്നത്. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനായ അല്ലാഹു എന്ന റബ്ബിനെ പരിചയപ്പെടുത്തുന്നു തുടർന്നുള്ള വചനങ്ങളിൽ. തഫ്സീറിന്റെ ഉലമാക്കൾ പറയുന്നുണ്ട്, ഈ സൂറത്തിന്റെ ആദ്യ ഭാഗങ്ങൾ 3 കാര്യങ്ങളെ പ്രധാനമായും മനസ്സിലാക്കി തരുന്നു. ഒന്നാമത്തേത് മനുഷ്യന്റെ വിശിഷ്ടമായ സൃഷ്ടിപ്പിനെ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സൃഷ്ടിപ്പിനെ ആണെങ്കിൽ, രണ്ടാമത്തെ വായനയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തെ, അതിൻ്റെ സ്ഥാനത്തെ മനസ്സിലാക്കി തരുന്നു. മൂന്നാമത്തേത് തൂലികയുടെ സ്ഥാനത്തെ മനസ്സിലാക്കി തരുന്നു. നമ്മുടെ കലാലയങ്ങളിൽ പാഠ്യപദ്ധതികളോടുകൂടെ തന്നെ പാഠ്യേതര പദ്ധതികൾക്ക് വലിയ പ്രാധാന്യം നൽകപ്പെടുന്നതിൻ്റെ മഹത്തായ മഹിതമായ കാരണമെന്നത് നമ്മുടെ ഭാവിയിലേക്കുള്ള നമ്മുടെ പ്രബോധന രംഗങ്ങളിലും മറ്റും എല്ലാം കൊണ്ടും നമുക്ക് കഴിവുകളുണ്ടായി അതിൻ്റെ പ്രധാനപ്പെട്ട ഓരോ വശങ്ങളിലും നമ്മളുടെ കഴിവ് തെളിയിച്ചുകൊണ്ട് നമ്മിൽ അധിഷ്ഠിതമായ, നമ്മിൽ അന്തർലീനമായി കിടക്കുന്ന പ്രതിഭാശാലിയെ പുറത്തെടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ സ്ഥാപനങ്ങളിൽ, നമ്മുടെ കലാലയങ്ങളിൽ പാഠ്യേതര പദ്ധതികളായ കലാ സാഹിത്യ മത്സരങ്ങൾക്കും പരിപാടികൾക്കും ഊന്നൽ നൽകുന്നതും സ്ഥാനം നൽകുന്നതും.
ഒരു വ്യക്തിയുടെ വികസനത്തിന്, വ്യക്തിത്വ വികസനത്തിന് ഏറ്റവും സുപ്രധാനമായ കാര്യവും കൂടിയാണ് കലാസാഹിത്യ മത്സരങ്ങൾ. മാത്രമല്ല കൂട്ടായ്മകൾ, ആർദ്രത, മറ്റുള്ളവരുടെ സഹജീവിയോടുള്ള സ്നേഹം, കരുണ, അനുകമ്പ, അതുപോലെ കൂട്ടായ പരിശ്രമങ്ങൾക്ക്, പ്രവർത്തനങ്ങൾക്ക്, എല്ലാത്തിനും മനുഷ്യനെ സജ്ജനാക്കി തീർക്കുന്ന വലിയൊരു പങ്ക് വഹിക്കുന്ന പരിപാടിയും കൂടിയാണ് കലാസാഹിത്യ മത്സരങ്ങൾ. മനുഷ്യന്റെ നമ്മിൽ അന്തലീനമായി കിടക്കുന്ന സർഗാത്മക കഴിവുകളെ, യോഗ്യതകളെ, നമ്മെ നാം ആക്കി മാറ്റുന്ന യോഗ്യതകളെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ഓരോരുത്തരും അതിനെ പരിപോഷിപ്പിച്ചെടുക്കുന്ന വഴിയിൽ പരിശ്രമിക്കുകയാണെങ്കിൽ, അർപ്പണം ചെയ്യുകയാണെങ്കിൽ, അതില് മലയാളത്തിന് കൂടുതൽ വാക്കുകൾ ഉണ്ടോന്നറിയില്ല. ആ അർപ്പണം എന്നതിന് അറബിയിൽ തളഹിയത്ത് എന്നൊക്കെ പറയും, ഇംഗ്ലീഷ് ഭാഷയിൽ സാക്രിഫൈസ് എന്ന് പറയും. അഥവാ അങ്ങേയറ്റത്തെ അർപ്പണത്തോടു കൂടി മുന്നിട്ടിറങ്ങിയാൽ ആ വിദ്യാർത്ഥിയുടെ സ്ഥാനത്തിലേക്ക് കൃത്യമായ പാത അവനക്ക് വെട്ടിയൊരുക്കാൻ, വഴിയൊരുക്കാൻ കാരണമായി തീരുന്നതും കൂടിയാണ് ഈ കലാസാഹിത്യ വേദികൾ. നമ്മിലെ സർഗാത്മക കഴിവുകളെ പരിപോഷിപ്പിച്ചെടുക്കാൻ വളരെ കൂടുതൽ പ്രയത്നിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യേണ്ട ആവശ്യകത നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ വളരെ വിഷമകരമെന്ന് പറയട്ടെ, ഇന്ന് കലാസാഹിത്യത്തിന്റെ പേരിൽ, കലാസാഹിത്യ പരിപാടികളുടെ പേരിൽ വളരെ അതിനെ അശ്ലീലവൽക്കരിച്ചുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന ആഭാസങ്ങൾ അതൊരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിൽ, മനുഷ്യന്റെ യഥാർത്ഥ സംസ്കാരത്തെയും യഥാർത്ഥ മതബോധത്തെയും യഥാർത്ഥ ആദർശത്തെയും മനസ്സിലാക്കി കൊടുക്കാൻ വഴിയൊരുക്കുന്നതാണ് ഈ കലാസാഹിത്യങ്ങൾ എന്ന ഉറച്ച പ്രഖ്യാപനവുമായിട്ടായിരിക്കണം നമ്മുടെ ദിവസങ്ങൾ, നമ്മുടെ മുന്നോട്ടുള്ള ആഗമനം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ മനസ്സിലാക്കി നമ്മിൽ അന്തർലീനമായി കിടക്കുന്ന സർഗാത്മക കഴിവുകളെ കൃത്യമായി അതിനെ പരിപോഷിപ്പിക്കേണ്ടടുത്ത് പരിപോഷിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ ഒരു പ്രബോധകനായി, ഒരു മുത്തഖിയായി, ഒരു മുഖ്ലിസായി, ഒരു ദാഇയായി മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ സദസ്സിനെ ഉദ്ഘാടനം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു കർമ്മം എന്നിൽ അവശേഷിച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പരിശുദ്ധമായ ഖുർആനിന്റെ 1-2 വചനങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഈ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പരിശുദ്ധമായ മജ്ലിസിനെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.